കൂട്ടിനിരുന്നവരുടെയും കൂടെ വന്നവരുടെയുമൊക്കെ ആരവങ്ങളെല്ലാം കനത്ത കാലച്ചുകൾക്കൊപ്പം അകലങ്ങളിലേക്ക് അകന്നു പോയപ്പോൾ വീടും പരിസരവും നിശബ്ദമായി. മൂകത നിറഞ്ഞ വീട്ടിൽ കണ്ണീരുരുകിയൊലിക്കുന്ന കവിൾത്തടം മെല്ലെ തുടച്ചുകൊണ്ട് ഒരു ഭ്രാന്തിയെപ്പോലെ ആ അമ്മ മകളുടെ മുറിയിലേക്കോടി. ചുമരിൽ തൂക്കിയിട്ടിരിക്കുന്ന അതിമനോഹരങ്ങളായ മകളുടെ ചിത്രങ്ങളിലേക്ക് മാറി മാറി നോക്കിക്കൊണ്ട് എന്തൊക്കെയോ പിറുപിറുത്തു. പെറ്റ വയറിൻ്റെ വിശ്വാസത്തെ ചവിട്ടി മെതിച്ചുകൊണ്ട് തൻ്റെ മകൾ ഇഷ്ടമുള്ളവനോടൊപ്പം ഇറങ്ങിപ്പോയത് ഓർത്തപ്പോൾ നാഭിയിൽ നിന്നൊരു നൊമ്പരം ഗർഭപാത്രത്തിലേക്ക് അരിച്ചിറങ്ങി അഗ്നിയായി ആളിക്കത്തി ഉടലാകെ പടർന്നു പിടിക്കുന്നത് അവൾ അറിഞ്ഞു. നട്ടെല്ല് മരവിക്കുന്ന പ്രസവവേദനയുടെ നോവ് തൻ്റെ ഉടലാകെ വീണ്ടും വ്യാപിക്കുന്നതായി അവൾക്ക് അനുഭവപ്പെട്ടു. അമ്മയെന്ന പദം തന്നിഷ്ടം കൊണ്ട് കീറി മുറിച്ചു കളഞ്ഞപ്പോൾ മകൾക്ക് പറയാനുള്ളത് ഒന്നു മാത്രമായിരുന്നു. അവൾക്ക് വേണ്ടത്ര സ്നേഹവും കരുതലും കിട്ടിയില്ലത്രേ. സ്നേഹവും പരിചരണവും കൂടുതൽ ഉള്ളിടം തേടിപ്പോയ മകളെ ഓർത്ത് മനസ്സൊന്ന് പിടഞ്ഞുവെങ്കിലും വിറങ്ങലിച്ച ചുണ്ടുകൾ അനക്കിക്കൊണ്ട് അവൾ അറിയാതെ മകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുപോയി. എത്രയെത്ര മക്കളാണ് ഒരാവേശത്തിന് ഇഷ്ടമുള്ളവരോടൊപ്പം ഇറങ്ങിപ്പോയിരിക്കുന്നത്. ചൂടും ചൂരും കെട്ടടങ്ങുമ്പോൾ ചെയ്ത തെറ്റുകൾക്കുള്ള കൂലിയുമായി അവരിൽ പലരും തങ്ങളുടെ വീടിൻ്റെ പടി കയറി വരുമ്പോൾ നെഞ്ചു പൊട്ടിപ്പോകുന്ന എത്രയെത്ര മാതാപിതാക്കളെ കാണാം. മകളെ, നിന്നെ വളർത്താനേ എനിക്കറിയുമായിരുന്നുള്ളൂ. നിന്റെ ഇഷ്ടങ്ങളോടും സ്വപ്നങ്ങളോടുമൊപ്പം സഞ്ചരിക്കാൻ എനിക്ക് കഴിഞ്ഞിരുന്നില്ല. നമ്മൾ രണ്ടുപേരുടെയും വിശപ്പടക്കാൻ കഷ്ടപ്പെടുമ്പോഴൊക്കെ നിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ പലപ്പോഴും ഞാൻ അറിയാതെ പോയി. നമ്മളുടെ ചിരികൾ ഉയർന്നിരുന്ന ഈ നികുഞ്ചത്തിൽ ഞാൻ ഇന്ന് ഏകയാണ്. മനസ്സിൻ്റെ വേദനയും നീയില്ലാത്ത ശൂന്യതയും മാത്രമേ കൂട്ടിനുള്ളൂ. സാരമില്ല മകളെ, നീ എപ്പോഴും സന്തോഷവതിയായിരുന്നാൽ മതി. അത് മാത്രം മതി ഈ അമ്മയ്ക്ക്.